യൂണിക് സ്ട്രാറ്റജീസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പസിൽ തന്നെയാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പ്ലസ് ഒരു ബ്ലഡ് റിലേഷൻ പസിലും കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. So 8 family members I, J, K, L, M, N, O, P are sitting around a circular table. അപ്പൊ തന്നെ വലിയ പ്രശ്നം അവസാനിച്ചു. The facing center എന്നും പറഞ്ഞു. അടുത്ത പ്രശ്നം അവസാനിച്ചു. At equidistant positions but not necessarily in the same order. It is also known that N, who is the sister of O. N എന്ന് പറയുന്ന വ്യക്തി ആരാണ്? സിസ്റ്റർ ആണ്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ സർക്കിളാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫീമെയിൽ ക്യാരക്ടറിന് സർക്കിളാണ് ഇട്ട് കൊടുക്കുക. ആരുടെ സിസ്റ്റർ ആണ്? O. പിന്നെ പറഞ്ഞു സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഡോട്ടർ ഓഫ് എൽ. സോ ഇവരെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി. സോ 8 പേരല്ലേ? 1 2 3 4 5 6 7 8 പേരില് എൻ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്ന വെച്ചോളൂ. സോ എൻ എന്ന് പറയുന്നത് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി എൽസ് ഡോട്ടർ ഓഫ് എൽ. എല്ലിന്റെ ഡോട്ടർ, എൽസിന്റെ ഡോട്ടർ ആണ് അടുത്താണ് ഇരിക്കുന്നത്. അത് നമുക്ക് ആരാന്ന് അറിയില്ല. എൻ ഇസ് നോട്ട് എൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് പി ഈസ് ഹസ്ബൻഡ് ഐ. ഐന്റെ ഇമീഡിയറ്റ് നെയ്ബർ അല്ല. ഐ ആരാണ്? പിന്റെ ഹസ്ബൻഡ് ആണ്. ഐ ആരാണ്? പിന്റെ ഹസ്ബൻഡ് ആണ്. സോ പി വൈഫ്, ഐ ഹസ്ബൻഡ്. ഇതൊരു ഡേറ്റയാണ് നമുക്ക്. ഇനി നെക്സ്റ്റ് ഓൺലി വൺ പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഐ ആൻഡ് എൻ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ എല്ലിന്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ എല്ലിന്റെ ഡോട്ടർ ആരായി? ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയി അല്ലെ? ഫീമെയിൽ ക്യാരക്ടർ ആയി. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഐ എന്നിന്റെ ഐക്കും എന്നിനും ഇടയ്ക്ക് ഒരാളെ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐ എന്താ? മെയിൽ ക്യാരക്ടർ അല്ലേ? അപ്പൊ ഈ എൽസ് ഡോട്ടറിന്റെ അടുത്ത് ഐ വരില്ലല്ലോ. അപ്പൊ എന്നിന്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇനി ഒരു സ്ഥലം എവിടെയാണ്? ഇവിടെ. ഇവിടെയാണ് ഐ. ഐ ഇസ് ദ ഫാദർ ഓഫ് ഓ. ആയിക്കോട്ടെ, ഇവിടെ ഓ. നെക്സ്റ്റ് എൽ, ഹു ഇസ് ബ്രദർ ഓഫ് പി. ഓക്കെ, ഇവിടെ പിന്റെ ബ്രദർ ആണ് എൽ. അപ്പൊ എൽ സ്ക്വയർ ബോക്സിൽ ഇട്ടു. പിന്റെ ബ്രദർ ആണ് എൽ. സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഹിസ് മദർ. സോ എൽ എന്ന് പറയുന്ന ആള് ഇമീഡിയറ്റ് ലെഫ്റ്റ് ആണ് ആരുടെ? അവന്റെ മദറിന്റെ. സോ എല്ലും എല്ലിന്റെ അമ്മയും എല്ലിന്റെ അമ്മ മദർ എങ്ങനെ ഉണ്ട്? അടുത്തടുത്താണ്. അപ്പൊ എല്ലിനും എല്ലിന്റെ മദറിനും അടുത്തടുത്ത പ്ലേസ് നമ്മൾ കണ്ടെത്തണം. അപ്പോ സപ്പോസ് എൽ ഇവിടെ വന്നാൽ എൻ വന്നിട്ട് അമ്മയായിരിക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓ ഇവിടെ ഉണ്ടല്ലോ. ഈ ഓ ഐന്റെ മകളാണല്ലോ ഓ. ഓക്കെ, സോ എന്നിന്റെ സിസ്റ്റർ ആണ് ഓ എന്നും പറഞ്ഞു. അപ്പോ ഇവിടെ എൻ ഓ ഇതൊക്കെ വന്നിട്ട് ഒരേ ജനറേഷനിലാണ് വരിക അല്ലേ? അപ്പൊ എല്ലും എല്ലിന്റെ മദർ എന്ന് പറയുമ്പോൾ എന്ന് വന്ന് എല്ലിന്റെ മദർ ആവാൻ ചാൻസ് ഇല്ല അല്ലേ? എന്താ വെച്ചാൽ ആരാവും? ഓന്റെ ആരാവും? എല്ലിന്റെ അമ്മയുടെ ബ്രദർ. സോ മാറ്റർണൽ അങ്കിൾ എന്നാണ് വരിക. സോ അത് വരില്ല. ഓക്കെ, ഈ രണ്ട് പ്ലേസും വരില്ല. ഈ സൈഡ് നോക്കുമ്പോൾ എല്ലിന്റെ ഡോട്ടറും എൽ ഇവിടെ വരാൻ സാധ്യതയില്ല. അപ്പൊ എല്ലിന് ഇവിടെയും പ്ലേസ് ഇല്ല, ഇവിടെയും പ്ലേസ് ഇല്ല. ഇനി എൽ ഇവിടെ വന്നു എങ്കിൽ ഇവിടെ ആരായിരിക്കും? ഐ ആണ്. ഐ എല്ലിന്റെ ആരാണ്? ബ്രദർ ഇൻലയാണ്. അപ്പൊ ഐ ഇവിടെയാണ്, എല്ല് ഇപ്പൊ ഇവിടെയും വരില്ല. എല്ലും എല്ലിന്റെ ഇതും വരാൻ ചാൻസ് ഉള്ളത് എവിടെയാണെന്ന് നോക്കുമ്പോൾ എല്ലിന്റെ മദർ, എല്ലിന്റെ റൈറ്റ് സൈഡിലാണ് എല്ലിന്റെ മദർ വരുന്നത്. ഇവിടെ ആയിരിക്കും എല്ലിന്റെ മദർ. ഇനി അടുത്ത പോയിന്റ് എന്ത് പറയുന്നു? എൽ ഹൂസ് ബ്രദർ ഓഫ് പി സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഹിസ് മദർ നമ്മൾ എഴുതി. അപ്പോ എല്ലിന്റെ മദർ. ഓക്കെ, ഫൈൻ. സോ എല്ലിന് ഒരു മദർ ഇവിടെ വരച്ചു കൊടുക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി വൺ പേഴ്സൺ സിറ്റ്സ് ബിറ്റ്വീൻ പീസ് മദർ ആൻഡ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്റെ മദർ ഈ ഒരു പേഴ്സൺ ആണ്. ഇയാളും എമ്മും ഒരു ഡിസ്റ്റൻസ് തന്നെ ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലിന്റെ മോം ഇവിടെയല്ലേ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരായിരിക്കും? എം ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഐ ഉണ്ടല്ലോ, കാരണം എമ്മിനെ ഇവിടെ വരച്ചു. അപ്പോ എം വിൽ ബി ആരാണ്? എല്ലിന്റെ ഡോട്ടർ. സോ ഇവിടെ എം എന്ന് എഴുതി കൊടുത്തോളൂ. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ വന്നിട്ട് സെയിം ഇസ് ട്രൂ ഫോർ പി ആൻഡ് ഒ. പിക്കും ഓനും ഇടയ്ക്ക് ഒരാളാണ് ഉണ്ടാവുക എന്നതാണ് അവർ പറയുന്നത്. പിക്കും ഓനും ഇടയ്ക്ക് ഇത് ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ഓക്കെ, ഐ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ. അപ്പോൾ ജെന്റെ ലെഫ്റ്റിലായിരിക്കില്ലേ ഐ.
സോ ഐന്റെ ലെഫ്റ്റിലായിരിക്കില്ലേ ജെ. ഒരു തവണയും കൂടി പറയാം. ഐ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ എന്നാണ് പറയുന്നത്. ഐന്റെ ലെഫ്റ്റിലായിരിക്കില്ലേ ജെ. സോ ജെ വിൽ ബി ഹിയർ. അപ്പൊ ഇവിടെ ജെ എന്നുള്ളതും കിട്ടി. 1 2 3 4 5 6 7 പേരിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 7 പേരിനെ നമുക്ക് കിട്ടി. ഇനി 1 2 3 4 5 6 7 പേരിനെ കിട്ടി. ഇനി ഒരാള് ബാക്കിയാണ്. അത് ആരാണ്? എം ഐ ജെ കെ. കെനെ കിട്ടിയിട്ടില്ല. കെ ഇവിടെ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ ഹു ഇസ് നോട്ട്. ഹു ആരാണ്? ജെനെ പറയുന്നത്. ജെ ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എനി ഫീമെയിൽ. സോ ഇവിടെ മെയിൽ ക്യാരക്ടർ ആണ് വരിക. നമുക്ക് എൽ എന്തായാലും മെയിൽ ആണെന്ന് നമുക്ക് അറിയാം. ഇനി ഇവിടെ വരുന്ന മെയിൽ ആരാന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഇരിക്കെ ഓ ഇസ് ദ മദർ ഓഫ് കെ എന്ന് പറഞ്ഞു. അപ്പൊ ഓ ഒരു ഫീമെയിൽ ആണ്. ഇവിടെ കെ വന്നു. ആൻഡ് ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം. ഓ വന്ന് മദർ ഓഫ് കെ ആണ്. എമ്മിന്റെ അടുത്ത് വരില്ല. അപ്പൊ ഓവും ഇവിടെ വരില്ല. ഓന് ഇപ്പൊ ഇനി വരാൻ സാധ്യതയുള്ളത് ഈ രണ്ട് പ്ലേസ് ആണ്. ഇവിടെ ഓ വന്ന് ഫീമെയിൽ ക്യാരക്ടർ ആയത് കാരണം ഓന് വരാൻ പ്ലേസ് ഉള്ളത് ഇവിടെ മാത്രമാണ്. ഓക്കെ, ഐ വന്നിട്ട് മെയിൽ ക്യാരക്ടർ ആണ്. എൻ വന്നിട്ട് ഫീമെയിൽ ക്യാരക്ടർ ആണ്. എം വന്നിട്ട് ഫീമെയിൽ ക്യാരക്ടർ ആണ്. എൽ മെയിൽ ക്യാരക്ടർ ആണ്. പിന്നെ എല്ലിന്റെ മദറും പിന്റെ മദറും ഒക്കെ സെയിം ആണ്. അതൊരു ഫീമെയിൽ ക്യാരക്ടർ ആണ്. ഇതിൽ വിട്ടുപോയ ആൾ ആരാണ്? ഇവിടെ ഓ വരില്ല. ഇതിൽ വിട്ടുപോയ ലെറ്റർ ഏതൊക്കെയാണ്? 2 ലെറ്റർ ആണ്. ഒന്ന് ഇവിടെ വരണം, ഇനി ഒന്ന് ഇവിടെ വരണം. സോ ആ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ നമ്മൾ പ്ലേസ് ചെയ്തു, ജെ പ്ലേസ് ചെയ്തു, കെ പ്ലേസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എൽ പ്ലേസ് ചെയ്തു, എം പ്ലേസ് ചെയ്തു, എൻ പ്ലേസ് ചെയ്തു, ഒ പ്ലേസ് ചെയ്തു, പി പ്ലേസ് ചെയ്തിട്ടില്ല. സോ പി എവിടെ വരുന്ന പറഞ്ഞിരിക്കുന്നത്? പിക്കും ഒക്കും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. സോ മേ ബി പി ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. പി മെയിൽ ക്യാരക്ടർ ആണോ? ഇല്ല. അപ്പൊ ഇവിടെ വരില്ല പി. സോ പിക്ക് ഇവിടെ മാത്രമാണ് പൊസിഷൻ ഉള്ളത്. പി ഇവിടെയും ലാസ്റ്റ് നമ്മൾ ഇടാതെ വിട്ടത് ഏതാ? കെ ഇവിടെയും. കെ ഇതിലൂടെ നമുക്ക് മനസ്സിലായി ഒരു മെയിൽ ക്യാരക്ടർ ആണെന്ന്. ഇത്ര തന്നെ ഉള്ളൂ. ഇത് ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവര് 6238588385 എന്ന നമ്പറിലോട്ട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.